ിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ്. അപ്പോൾ ദിവസം പറയുന്നതായതുകൊണ്ട് നമുക്കത് ദിവസവും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ദിവസവും ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളെ ഫ്ലുവൻസി ഡെവലപ്പാക്കാൻ അത് നല്ല ഉപകരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് കേട്ട് പറയാനും ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. അത് പറയാൻ കഴിഞ്ഞില്ല. വൈ കുഡിൻ ഐ സേ ദാറ്റ്. എന്തുകൊണ്ടോ അത് പറയാൻ കഴിഞ്ഞില്ല. അതെങ്ങനെ പറയാം? വൈ കുഡിൻ സേ ദാറ്റ്. എന്തുകൊണ്ടോ അത് പറയാൻ കഴിഞ്ഞില്ല. വൈ കുഡിൻ ഐ സേ ദാറ്റ്. എന്തുകൊണ്ടോ അത് പറയാൻ കഴിഞ്ഞില്ല. വൈ കുഡിൻ ഐ സേ ദാറ്റ്. എന്തുകൊണ്ടോ അത് പറയാൻ കഴിഞ്ഞില്ല. ആയിരുന്നു എന്നെങ്ങനെ പറയാ? ദാറ്റ് ഷുഡ് ഹാവ് ബീൻ സെഡ്. അത് പറയണമായിരുന്നു. 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 പറയാൻ പാടില്ലായിരുന്നു. അതെങ്ങനെ പറയാ? ദാറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ സെഡ്. അത് പറയാൻ പാടില്ലായിരുന്നു. ദാറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ സെഡ്. അത് പറയാൻ പാടില്ലായിരുന്നു. ദാറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ സെഡ്. അത് പറയാൻ പാടില്ലായിരുന്നു. ദാറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ സെഡ്. അത് പറയാൻ പാടില്ലായിരുന്നു. പറയാൻ തോന്നി എന്നെങ്ങനെ പറയാം? ഐ ഫെൽറ്റ് ലൈക്ക് സെയിങ് ദാറ്റ്. എനിക്കത് പറയാൻ തോന്നി. 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 ഇന്നലെ നിങ്ങൾ രവിയെ കണ്ടിരുന്നോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡിഡ് യു സീ രവി യെസ്റ്റർഡേ. ഇന്നലെ നിങ്ങൾ രവിയെ കണ്ടിരുന്നോ? ഡിഡ് യു സീ രവി യെസ്റ്റർഡേ. ഇന്നലെ നിങ്ങൾ രവിയെ കണ്ടിരുന്നോ? ഡിഡ് യു സീ രവി യെസ്റ്റർഡേ. ഇന്നലെ നിങ്ങൾ രവിയെ കണ്ടിരുന്നോ? ഡിഡ് യു സീ രവി യെസ്റ്റർഡേ. ഇന്നലെ നിങ്ങൾ രവിയെ കണ്ടിരുന്നോ? ഇന്നലെ ഞാൻ അവനെ കണ്ടു എന്നെങ്ങനെ പറയാ? യെസ് ഐ സോ ഹിം യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ അവനെ കണ്ടു. യെസ് ഐ സോ ഹിം യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ അവനെ കണ്ടു. യെസ് ഐ സോ ഹിം യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ അവനെ കണ്ടു. യെസ് ഐ സോ ഹിം യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ അവനെ കണ്ടു. നിന്റെ അടുത്ത് വന്നോ എന്നിങ്ങനെ ചോദിക്കുക? ഡിഡ് ഹി കം ടു യു. അവൻ നിന്റെ അടുത്ത് വന്നോ? ഡിഡ് ഹി കം ടു യു. അവൻ നിന്റെ അടുത്ത് വന്നോ? ഡിഡ് ഹി കം ടു യു. അവൻ നിന്റെ അടുത്ത് വന്നോ? ഡിഡ് ഹി കം ടു യു. അവൻ നിന്റെ അടുത്ത് വന്നോ? അവൻ തിരക്കിലായിരുന്നു എന്നെങ്ങനെ പറയാം? നോ ഹി വാസ് ഇൻ എ ഹറി. ഇല്ല, അവൻ തിരക്കിലായിരുന്നു. നോ ഹി വാസ് ഇൻ എ ഹറി. ഇല്ല, അവൻ തിരക്കിലായിരുന്നു. നോ ഹി വാസ് ഇൻ എ ഹറി. ഇല്ല, അവൻ തിരക്കിലായിരുന്നു. നോ ഹി വാസ് ഇൻ എ ഹറി. ഇല്ല, അവൻ തിരക്കിലായിരുന്നു. വേനൽക്കാലത്തിന് ചൂട് വളരെ കൂടുതലാണ്. അതെങ്ങനെ പറയാ? ദ സമ്മർ ഈസ് വെരി ഹോട്ട് ദിസ് ഇയർ. ഇക്കൊല്ലം വേനൽക്കാലത്തിന് ചൂട് വളരെ കൂടുതലാണ്. ദ സമ്മർ ഈസ് വെരി ഹോട്ട് ദിസ് ഇയർ. ഇക്കൊല്ലം വേനൽക്കാലത്തിന് ചൂട് വളരെ കൂടുതലാണ്. ദ സമ്മർ ഈസ് വെരി ഹോട്ട് ദിസ് ഇയർ. ഇക്കൊല്ലം വേനൽക്കാലത്തിന് ചൂട് വളരെ കൂടുതലാണ്. ദ സമ്മർ ഈസ് വെരി ഹോട്ട് ദിസ് ഇയർ. ഇക്കൊല്ലം വേനൽക്കാലത്തിന് ചൂട് വളരെ കൂടുതലാണ്. എനിക്ക് വളരെ വലുതാണ് എന്നെങ്ങനെ പറയാ? ദി ഷർട്ട് ഈസ് ടു ബിഗ് ഫോർ മീ. ഈ ഷർട്ട് എനിക്ക് വളരെ വലുതാണ്. ദി ഷർട്ട് ഈസ് ടു ബിഗ് ഫോർ മീ. ഈ ഷർട്ട് എനിക്ക് വളരെ വലുതാണ്. ദി ഷർട്ട് ഈസ് ടു ബിഗ് ഫോർ മീ. ഈ ഷർട്ട് എനിക്ക് വളരെ വലുതാണ്. ദി ഷർട്ട് ഈസ് ടു ബിഗ് ഫോർ മീ. ഈ ഷർട്ട് എനിക്ക് വളരെ വലുതാണ്. ഏത് ബസ്സിൽ കയറണം എന്നെങ്ങനെ പറയാം? വിച്ച്
ബസ് ഷാൾ വി ക്യാച്ച് നമ്മൾ ഏത് ബസ്സിൽ കയറണം. വിച്ച് ബസ് ഷാൾ വി ക്യാച്ച് നമ്മൾ ഏത് ബസ്സിൽ കയറണം. ബസ്സിൽ കയറണം എന്നിങ്ങനെ ചോദിക്കുക. വിച്ച് ബസ് ഷാൾ വി ക്യാച്ച് നമ്മൾ ഏത് ബസ്സിൽ കയറണം. വിച്ച് ബസ് ഷാൾ വി ക്യാച്ച് നമ്മൾ ഏത് ബസ്സിൽ കയറണം. വിച്ച് ബസ് ഷാൾ വി ക്യാച്ച് നമ്മൾ ഏത് ബസ്സിൽ കയറണം. വിച്ച് ബസ് ഷാൾ വി ക്യാച്ച് നമ്മൾ ഏത് ബസ്സിൽ കയറണം. ഒരു കാര്യം ആവർത്തിക്കാൻ പാടില്ല എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. സച്ച് എ തിങ് ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ്. അത്തരമൊരു കാര്യം ആവർത്തിക്കാൻ പാടില്ല. സച്ച് എ തിങ് ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ്. അത്തരമൊരു കാര്യം ആവർത്തിക്കാൻ പാടില്ല. സച്ച് എ തിങ് ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ്. അത്തരമൊരു കാര്യം ആവർത്തിക്കാൻ പാടില്ല. സച്ച് എ തിങ് ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ്. അത്തരമൊരു കാര്യം ആവർത്തിക്കാൻ പാടില്ല. ഒരു കുറ്റവും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നിങ്ങനെ പറയാൻ. നെയ്തർ ചാർജ് ഹാസ് ബീൻ പ്രൂവ്ഡ്. ഒരു കുറ്റവും തെളിയിക്കപ്പെട്ടിട്ടില്ല. നെയ്തർ ചാർജ് ഹാസ് ബീൻ പ്രൂവ്ഡ്. ഒരു കുറ്റവും തെളിയിക്കപ്പെട്ടിട്ടില്ല. നെയ്തർ ചാർജ് ഹാസ് ബീൻ പ്രൂവ്ഡ്. ഒരു കുറ്റവും തെളിയിക്കപ്പെട്ടിട്ടില്ല. അയക്കുന്ന എങ്ങനെ പറയാം. ഐ മൈറ്റ് പാസ്. ഞാൻ പാസ്സായേക്കും. ഐ മൈറ്റ് പാസ്. ഞാൻ പാസ്സായേക്കും. ഐ മൈറ്റ് പാസ്. ഞാൻ പാസ്സായേക്കും. തന്നെ നിങ്ങൾ എന്നോട് പറയണമായിരുന്നു എന്നെങ്ങനെ പറയാ. യു മൈറ്റ് ഹാവ് ടോൾഡ് മീ ബിഫോർ. ഇതിനു മുമ്പ് നിങ്ങൾ എന്നോട് പറയണമായിരുന്നു. യു മൈറ്റ് ഹാവ് ടോൾഡ് മീ ബിഫോർ. ഇതിനു മുമ്പ് തന്നെ നിങ്ങൾ എന്നോട് പറയണമായിരുന്നു. യു മൈറ്റ് ഹാവ് ടോൾഡ് മീ ബിഫോർ. ഇതിനു മുമ്പ് തന്നെ നിങ്ങൾ എന്നോട് പറയണമായിരുന്നു എന്നിങ്ങനെ പറയാ. യു മൈറ്റ് ഹാവ് ടോൾഡ് മീ ബിഫോർ. ഇതിനു മുമ്പ് തന്നെ നിങ്ങൾ എന്നോട് പറയണമായിരുന്നു. യു മൈറ്റ് ഹാവ് ടോൾഡ് മീ ബിഫോർ. ഇതിനു മുമ്പ് തന്നെ നിങ്ങൾ എന്നോട് പറയണമായിരുന്നു. യു മൈറ്റ് ഹാവ് ടോൾഡ് മീ ബിഫോർ. ഇതിനു മുമ്പ് തന്നെ നിങ്ങൾ എന്നോട് പറയണമായിരുന്നു. യു മൈറ്റ് ഹാവ് ടോൾഡ് മീ ബിഫോർ. ഇതിനു മുമ്പ് തന്നെ നിങ്ങൾ എന്നോട് പറയണമായിരുന്നു. രാവിലെ എഴുന്നേൽക്കേണ്ടത് അത്യാവശ്യമാണ് എന്നിങ്ങനെ പറയാം. വി മസ്റ്റ് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നാം അതിരാവിലെ എഴുന്നേൽക്കേണ്ടത് അത്യാവശ്യമാണ്. വി മസ്റ്റ് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കേണ്ടത് അത്യാവശ്യമാണ്. വി മസ്റ്റ് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കേണ്ടത് അത്യാവശ്യമാണ്. വി മസ്റ്റ് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹം എൻ്റെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ ചോദിക്കുക. ഹി നീഡ് നോട്ട് ആസ്ക് മൈ പെർമിഷൻ. അദ്ദേഹം എൻ്റെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. ഹി നീഡ് നോട്ട് ആസ്ക് മൈ പെർമിഷൻ. അദ്ദേഹം എൻ്റെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. ഹി നീഡ് നോട്ട് ആസ്ക് മൈ പെർമിഷൻ. അദ്ദേഹം എൻ്റെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. ഹി നീഡ് നോട്ട് ആസ്ക് മൈ പെർമിഷൻ. അദ്ദേഹം എൻ്റെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ സമയം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ. ഇതെങ്ങനെ ചോദിക്കുക. നീഡ് ഐ വെയിറ്റ് എനി ലോങ്ങർ. ഇനി ഞാൻ കൂടുതൽ സമയം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ. നീഡ് ഐ വെയിറ്റ് എനി ലോങ്ങർ. ഇനി ഞാൻ കൂടുതൽ സമയം കാത്തിരിക്കേണ്ടതുണ്ടോ. നീഡ് ഐ വെയിറ്റ് എനി ലോങ്ങർ. കൂടുതൽ സമയം ഞാൻ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ. നീഡ് ഐ വെയിറ്റ് എനി ലോങ്ങർ. ഞാൻ കൂടുതൽ സമയം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. യു നീഡ് നോട്ട് മേക്ക് സച്ച് എ ഫസ് ഓവർ ദ പ്രോബ്ലം. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. യു നീഡ് നോട്ട് മേക്ക് സച്ച് എ ഫസ് ഓവർ ദ പ്രോബ്ലം. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ പേരിൽ നിങ്ങൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. യു നീഡ് നോട്ട് മേക്ക് സച്ച് എ ഫസ്
ഓവർ ദ പ്രോബ്ലം. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. യു നീഡ് നോട്ട് മേക്ക് സച്ച് എ ഫസ് ഓവർ ദ പ്രോബ്ലം. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. യു നീഡ് നോട്ട് മേക്ക് സച്ച് എ ഫസ് ഓവർ ദ പ്രോബ്ലം. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. യു നീഡ് നോട്ട് മേക്ക് സച്ച് എ ഫസ് ഓവർ ദ പ്രോബ്ലം. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക. അപ്പോൾ അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.